അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരന്തി 2025 ജൂൺ മാസം 10-ാം തീയതി രാവിലെ 4:33. ഇത് കൗണ്ട് ഡൗൺ ആണ്. 2-ാം തീയതി ഒരു ഉത്തരവിറങ്ങി സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ. അത് നടപ്പാക്കേണ്ട ചുമതല മാർ തട്ടിലിനും മാർ അംബ്ലാനിക്കുമാണ്. ഇന്ന് 10-ാം തീയതിയാണ്. അതായത് 8 ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് നമുക്കറിയില്ല. എടുക്കലായെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വിമതർക്കെതിരായതുകൊണ്ടും ലക്ഷക്കണക്കിന് രൂപ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കത്തനാരുടെ ആവശ്യം ഈ ധനമോഹികളായ വിമതര വൈദികർക്കും അവർക്ക് ചിങ്കിടി പാടുന്ന മെത്രാന്മാർക്കും വേണ്ടതിനാൽ പണം ഒരു പ്രധാന പ്രശ്നമാണ്. 23 ലക്ഷം രൂപ വാടകയിനത്തിലും കോളേനത്തിൽ വേറെ പൈസയും, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നമസ്കാരം കേൾക്കുന്നതിന് കാശ്, വീട് വഞ്ചരിക്കുന്നതിന് കാശ്, ശവടക്കത്തിന് 25,000 രൂപ വീതം, ഇങ്ങനെ ഓരോരോ ഹെഡുകളിലായി പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന മണമാണ്. കണക്കില്ല, രസീതില്ല, ഓഫീസില്ല, പാമ്പളാരിക്കും ഒരു പ്രശ്നവുമില്ല. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പണം തട്ടുന്നത്, ഈ പണം മോഷ്ടിക്കുന്നത് മെത്രാന്മാരുടെ എല്ലാവരുടെയും അറിവാണ്. എന്ന് പറഞ്ഞാൽ പാലാ മെത്രാൻ അറിയുന്നുണ്ടോ, ചങ്ങനാശ്ശേരി അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ മെത്രാന്മാർക്ക് അറിയാൻ ബാധ്യസ്ഥരല്ലേ. ഇവരുടെ ആരുടെയും PhDകൾ പീലാത്തോസ് കൈ കഴുകിയ വെള്ളം ചൂടുവെള്ളമായിരുന്നോ പച്ചവെള്ളമായിരുന്നോ എന്നതിലൊന്നും അല്ലല്ലോ. 10-ാം ക്ലാസ്സും ഗുസ്തിയും മാത്രം ഉണ്ടായിരുന്ന മെത്രാന്മാർ നമ്മെ ഭരിച്ചു. 9-ാം ദിവസം 2/6/2025 സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് നടപ്പാക്കണം. എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മെയിൻ ഗേറ്റിൽ ഞങ്ങൾ അതിവിപുലമായ രീതിയിൽ വഴിയെ പോകുന്നവർക്കെല്ലാം വായിക്കാവുന്നത് പോലെ തന്നെ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തട്ടിൽ മാർ പാമ്പ്ലാനി. ആക്ട് ടുഡേ.